വർമ്മ സാറിന് ഇത് എന്ത് പറ്റി? മകളെ കെട്ടാൻ പോകുന്നവൻ പുതിയ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ട മട്ടില്ലല്ലോ ഈ മുഖത്ത്. ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, എനിക്കിതിന്റെ ഒന്നും കാരണമറിയാതെ പറ്റില്ല. ദേ നോക്കിയേ, പുറത്ത് തോക്കം പിടിച്ച 1-2 കാവൽക്കാര്. ഒരു മിനിസ്റ്റർക്ക് പോലും ഇല്ലാത്ത സെക്യൂരിറ്റിയാ നമുക്ക്. അത് അച്ഛൻ തന്നെ കണ്ടതല്ലേ? അന്ന് നമ്മുടെ എല്ലാം മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഒരാൾ വീട്ടിൽ ഓടിക്കയറിയതും. അയാളെ പിടിക്കാൻ ചെന്ന നമ്മുടെ സെക്യൂരിറ്റിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് അയാൾ രക്ഷപ്പെട്ട് കളഞ്ഞതും. വിഷ്ണുവിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇവരുടെ വിവാഹം തടയണം, അതാ അവരുടെ ഉദ്ദേശം. ആരാണവര്? ഏത് ശത്രു? അതാ എനിക്ക് മനസ്സിലാത്തത്. ശത്രു ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അവന് നമ്മളോട് പറയുന്നതിൽ എന്താ കുഴപ്പം? ഒന്ന് പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നത്തിനെ എന്തിനാ ഇങ്ങനെ സ്വയം ഒതുക്കാൻ ശ്രമിക്കുന്നത്? അത് പിന്നെ നിന്റെ രക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ആ കാര്യം ആദ്യം പറയേണ്ടത് നിന്നോടല്ലേ? നിനക്കെങ്കിലും അവനോടൊന്നും ചോദിക്കാൻ പാടില്ലേ? അത് ഞാൻ ചോദിച്ചതാ. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചോദിക്കരുതെന്നും ഒരു ദിവസം വിഷ്ണുവേട്ടൻ തന്നെ ആ ശത്രുവിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരാമെന്നും പറഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞ് സസ്പെൻസ് പുറത്തു വരൂന്നർത്ഥം. നിന്നോടൊന്നും മിണ്ടാതിരിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? ഇത് മറ്റാരുമല്ല, അന്ന് ആ കേസിൽ തോറ്റ സേട്ടുവിന്റെ ആൾക്കാർ തന്നെയാണ്. കേസിൽ തോൽക്കുന്നതും ജയിക്കുന്നതൊക്കെ സാധാരണ, പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക്. പക്ഷെ അതിലിത്രയും വലിയ ശത്രുത ഉണ്ടാവാൻ വഴിയില്ല. ഈ കേസിൽ ജയിക്കുന്ന വക്കീലന്മാരെ അവര് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും കുടുംബത്തിനെയും ഒളിവിൽ പാർപ്പിക്കാറുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചായിരുന്നു. ചിത്രജി, വിഷ്ണുട്ടൻ ചെയ്തു തന്ന നല്ലൊരു കാര്യത്തിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയല്ല. ഞാൻ പരിഹസിക്കുന്നില്ലേ? അല്ല, എന്റെ അടുക്കള എവിടെയാ? ഈ വീട്ടിലും എനിക്ക് വേലക്കാരിയുടെ റോള് തന്നെ അല്ലേ? അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും. വേഗം ചെന്ന് കുറച്ച് ചായ ഉണ്ടാക്കാം. അല്ല, ചായ ഞാൻ ഉണ്ടാക്കാം. അതിനിടയ്ക്ക് വീണ്ടും ഇവിടെ നിന്ന് വീട് മാറുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അല്ല, അഭയാർത്ഥികളുടേതുപോലുള്ള ജീവിതമാണല്ലോ. എപ്പോഴാ എവിടേക്കാ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ? എത്ര പറഞ്ഞാലും ഇവളുടെ സ്വഭാവം മാറില്ലെന്ന് വെച്ചാ. അവൾ പറയുന്നതിലും കാര്യമില്ലേ? എന്താ ഈ പറയുന്നേ? അവള് വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയുന്നെന്ന് വെച്ച്. എന്തോ കുറച്ചു ദിവസമായിട്ട് മനസ്സാകെ അസ്വസ്ഥതയില്ല. നിശ്ചയിച്ച വിവാഹം മാറ്റി തീരുമാനിക്കുക, വിവാഹമണ്ഡപം ക്യാൻസൽ ചെയ്യുക, വീട് മാറുക, എല്ലാം അശുഭകാര്യങ്ങൾ മാത്രം. മോള് വിഷമിക്കരുത്. അച്ഛന്റെ ഉള്ളില് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാതെ അച്ഛൻ മുമ്പോട്ട് പോവില്ല. കർത്താവേ, ഇതെന്തോ നീ കാണുന്ന? എന്റെ മക്കളെ ഓടിവാ. എന്താ എന്താ ഡ്രസ് എടുത്തി? ആരെ മക്കളെ ഇത്? ഓറഞ്ച്, നീ വേണ്ട. ഓറഞ്ച്, ഇത് ആരുടേതാണെന്ന് അറിയണ്ടേ? വേണ്ട. പിന്നെ നമ്മുടെ വരാന്തയിൽ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോ അത് ആരുടേതാണെന്ന് അറിയാനുള്ള ബാധ്യത നമുക്കില്ലേ? വേണ്ട മക്കളെ, നിങ്ങൾ പോലീസിനെ വിളിച്ച് വിവരം പറ. എന്ത് വിവരം? ഇവിടെ ആരോ ഡെഡ് ബോഡി കൊണ്ടിട്ടിട്ടുണ്ടെന്ന്. അത് വേണ്ട. നിനക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ പറയാം പോലീസിനോട്. പാറു, വേണ്ട. ഇതാരാണെന്ന് അറിഞ്ഞതിന് ശേഷം മതിയല്ല. ഓറഞ്ച്, ഞാൻ നോക്കട്ടെ. ഓറഞ്ച്,
സംഭവത്തിന്റെ പോക്ക് എവിടേക്കാണെന്ന് കൂട്ടുകാരികൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ.